السلام عليكم ورحمة الله وبركاته. ജീവിതം മുഴുവൻ നോമ്പനുഷ്ഠിച്ച അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുന്നതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അലം ഉഖ്ബർ അന്നക തസൂമുൻ നഹാറ വ തസൂമുൽ ലൈല. അബ്ദുല്ലാനെ കുറിച്ച് പകല് മുഴുവനും നോമ്പും രാത്രി മുഴുവനും നിസ്കാരവുമാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ, എല്ലാ ദിവസവും നോമ്പും രാത്രി മുഴുവനും നിസ്കാരവും, അങ്ങനെയാണ് എൻ്റെ ദിനചര്യ എന്ന് പറഞ്ഞു. ഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഫലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. സും വാഫ്തിർ, നോമ്പുള്ള ദിവസവും വേണം, നോമ്പില്ലാത്ത ദിവസവും വേണം, എല്ലാ ദിവസവും നോമ്പായിക്കൂടാ. വഖും വനം, രാത്രി ഉറങ്ങുകയും വേണം, അതുപോലെ രാത്രി നിസ്കരിക്കുകയും വേണം. രാത്രി മുഴുവനായി നിന്ന് നിസ്കരിച്ച് ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. കാരണം ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖ്, നിന്റെ മേൽ നിന്റെ ശരീരത്തിന് ഒരു ബാധ്യതയുണ്ട്, അത് മറന്നു പോകരുത്. വഇന്ന ലിഅയ്നിക അലൈക ഹഖ്ഖ്, നിന്റെ മേൽ നിന്റെ കണ്ണിന് ഒരു ബാധ്യതയുണ്ട്. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ്, നിന്റെ മേൽ നിന്റെ ഭാര്യക്ക് ഒരു ബാധ്യതയുണ്ട്. വഇന്ന ലിസൗരിക അലൈക ഹഖ്ഖ്, അതുപോലെ നിന്റെ മേൽ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ബാധ്യതയുണ്ട്. ഇതെല്ലാം നീ നിർവഹിക്കാനുള്ളതാണ്. ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിന് സമയം കാണണം. കണ്ണിനൊരു ബാധ്യതയുണ്ട്, അത് ഉറങ്ങുക എന്നുള്ളതാണ്, അതിന് സമയം കാണണം. വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുണ്ട്, അവരെ മാന്യമായി സ്വീകരിക്കണം, അതിന് സമയം കാണണം. ശരീരത്തെ ഇബാദത്ത് കൊണ്ട് അങ്ങ് ക്ഷീണിപ്പിക്കാൻ പാടില്ല. ഉറങ്ങുകയും വേണം, അതുപോലെ ഉണർന്ന് നിസ്കരിക്കുകയും വേണം. ചില ദിവസങ്ങളിലെല്ലാം നോമ്പനുഷ്ഠിക്കണം, നോമ്പില്ലാത്ത ദിവസവും വേണം. എല്ലാ ദിവസവും നോമ്പായാലെങ്ങനെ? അത് ശരിയാവില്ല എന്ന് നബി തങ്ങൾ പറയും. അതുകൊണ്ട് വഇന്ന ബിഹസ്ബിക അൻ തസൂമ കുല്ല ശഹരിൻ സലാസത അയ്യാമി, നിങ്ങൾക്ക് പറ്റിയ ഒരു നോമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എല്ലാ മാസവും ഒരു 3 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാം. കാരണം ഫഇന്ന ലക ബികുല്ലി ഹസനത്തിൻ 10 അംസാലിഹാ, ഓരോ ഹസനത്തും അതിൻ്റെ 10 ഇരട്ടി കൂലി ലഭിക്കുമെന്നാണല്ലോ. അപ്പോൾ ഒരു 3 നോമ്പ് നോറ്റാൽ തന്നെ 30 ദിവസത്തെ നോമ്പിന് തുല്യമായി. ഫഇന്ന ദാലിക സിയാമുദ്ദഹരി കുല്ലി, അത് ഒരു വർഷം ഓരോ മാസവും ഇതുപോലെ 3 ദിവസത്തെ നോമ്പ് നോറ്റാൽ 1 വർഷം നോമ്പ് നോറ്റതിന് തുല്യമായി. കാരണം ഒരു ദിവസത്തെ നോമ്പ് 10 ദിവസത്തിൻ്റെ 10, ഒരു ഹസനത്തിന് 10 ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ 10 ദിവസത്തിനുള്ളത് ഒരു നോമ്പായി. ഒരു മാസത്തിൽ 3 നോമ്പ് നോറ്റാൽ 30 ദിവസത്തിനായി. അങ്ങനെ എല്ലാ മാസവും 3 നോമ്പ് നോറ്റാൽ 1 വർഷം നോമ്പ് നോറ്റതുപോലെയായി. അത്ര മതി എന്ന് പറഞ്ഞു. ഫശദ്ദത്തു, അപ്പം ഞാനൊരൽപ്പം കാഠിന്യം കൂട്ടി എന്ന് പറഞ്ഞാൽ, അല്ല എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഫശുദ്ദിദ അലയ്യ, എൻ്റെ മേലിൽ കാഠിന്യം വർദ്ധിച്ചു. ഖുൽതു, ഞാൻ ആ സമയത്ത് നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി അജിദു ഖുവ്വതൻ, ഞാൻ നല്ല ശക്തിയുള്ള ആളാണ്. അതുകൊണ്ട് മാസത്തിലെ ഒരു നോമ്പ് അതൊന്നും എന്നെപ്പോലത്തെ ആൾക്കാർ പോരാ, കുറച്ചുകൂടിയൊക്കെ കൂട്ടാൻ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും സിയാമ നബിയില്ലാഹി ദാവൂദ അലൈഹിസ്സലാം വലാ തസിദ് അലൈഹി. നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് പറ്റോളി. ഇതാ ദാവൂദ് നബിയുടെ നോമ്പ്. ഖുൽതു, ഞാൻ ചോദിച്ചു, വമാക്കാന സിയാമ നബിയില്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, എങ്ങനെയായിരുന്നു ദാവൂദ് നബിയുടെ നോമ്പ് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതെങ്ങനെയായിരുന്നു?
ഖാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിസ്ബദ്ദഹ്രി 6 മാസത്തെ നോമ്പ്. 6 മാസം നോമ്പ് നോൽക്കുക, 6 മാസം നോമ്പ് നോൽക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 6 മാസം എന്നല്ല. ഒരു ദിവസത്തെ നോമ്പ്, പിറ്റേ ദിവസം നോമ്പില്ല, പിന്നെ ദിവസം നോമ്പ്, പിന്നെ നോമ്പില്ല. നിങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചോളി എന്ന് പറഞ്ഞു. ഫകാന അബ്ദുല്ലാഹി യഖൂൽ ബഅദമാ കബിറ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വയസ്സായ സമയത്ത് ഞാൻ ചിന്തിച്ചുപോയി, യാ ലൈതനി ഖബിൽതു റുഖ്സത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചോനെ, നബിതങ്ങൾ ഞാൻ എല്ലാ ദിവസവും നോമ്പുകാരനാണെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ എനിക്ക് നൽകിയ ഓഫറുണ്ടായിരുന്നു, നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഞാൻ അതൊന്നും സ്വീകരിക്കാതെ എനിക്ക് പിന്നെയും കഴിവുണ്ട്, ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടി വാങ്ങി. വയസ്സും പ്രായവുമായപ്പോൾ ചെയ്തിരുന്ന നോമ്പ് തുടർന്നു കൊണ്ടുപോകലാണല്ലോ ഏറ്റവും നല്ലത്. അത് മുടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്ത് നോമ്പ് നോക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കഴിയുന്നില്ല, വലിയ പ്രയാസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് നിർദ്ദേശിച്ച ആ കാര്യത്തിൽ നിന്നാ മതിയായിരുന്നു എന്ന് ഞാൻ എത്ര വിഷമിച്ചു പോയി എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ 962 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുകയാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഫുഖഹാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, സുന്നത്ത് നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഒരു ദിവസം നോമ്പ് നോൽക്കുക, ഒരു ദിവസം പിന്നെ നോമ്പില്ലാതെ, പിന്നെയും നോമ്പ്, പിന്നെ നോമ്പില്ലാതെ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. അങ്ങനെ അനുഷ്ഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു സുന്നത്ത് നോമ്പും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഒരാഴ്ചയിലിപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ ഓരോ മാസത്തിലും 13, 14, 15 നോമ്പ് സുന്നത്തുണ്ട്. 28, 29, 30 നോമ്പുകൾ സുന്നത്തുണ്ട്. 13, 14, 15 വെളുത്ത രാവുകളാണ്, പൗർണമി രാവുകൾ. എന്നാൽ 28, 29, 30 എന്ന് പറയുന്നത് കറുത്ത രാവുകളാണ്. ഈ ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ഒന്നിടവിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ നോമ്പുകളൊന്നും നോൽക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അങ്ങനെയൊന്നും പരിഗണിക്കണ്ട. പിന്നെ അറഫ പോലെയുള്ള പ്രത്യേകമായ ദിവസങ്ങൾ വരുമ്പോൾ മാത്രം ആ ഷെഡ്യൂളിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി. അല്ലാത്ത ദിവസങ്ങളെല്ലാം, കാരണം അയാൾക്ക് ഒന്നിടവിട്ട എല്ലാ ദിവസവും നോമ്പാണല്ലോ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കാം. രാത്രി തീരെ ഉറങ്ങാതെ നിസ്കരിച്ചുകൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു മിതമായ ഇബാദത്തുകൾ നാം പതിവാക്കുകയും അത് മുടങ്ങാത്ത രൂപത്തിൽ എല്ലാ ദിവസവും അനുഷ്ഠിക്കുകയും വേണം. നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഇതുപോലെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നിടവിട്ട നോമ്പായിരുന്നു. അതിന് കഴിയാത്ത ആളുകൾ മാസത്തിലൊരു നോമ്പ്, 3 നോമ്പെങ്കിലും നോൽക്കാനുള്ള ശ്രമം നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു ഹസനത്തിന് 10 ഇരട്ടി കൂലി എന്ന തോതിൽ നാം കണക്കാക്കുമ്പോൾ മാസത്തിലെ 3 നോമ്പ് വെച്ച് നോൽക്കുന്ന ആൾക്ക് വർഷം മുഴുവനും നോമ്പ് നോറ്റതിന് തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ആയുസ്സിൻ്റെ വർധനവിനനുസരിച്ച് നമ്മുടെ ഈമാനും തഖ്വയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബേ, ഈ റമദാനിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ ഇൽമിൻ്റെ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് മരിക്കാൻ
ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി